Dear students, നമ്മൾ ഇന്റഗ്രേഷന്റെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇന്റഗ്രേഷൻ എന്നുള്ള ബേസിക് കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി. എന്താണ് ഇന്റഗ്രേഷൻ? ഇന്റഗ്രേഷൻ ഈസ് ദ റിവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻഷിയേഷൻ. ആ അർത്ഥത്തിൽ നമുക്കറിയാവുന്ന എല്ലാ ഡെറിവേറ്റീവിനെയും നമ്മൾ തിരിച്ച് ഇന്റഗ്രൽ ആക്കിയിട്ട് പറഞ്ഞു. അതിനെ ബേസ് ചെയ്ത് ഏതാനും ചില പ്രോബ്ലം ചെയ്തു. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്റഗ്രേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് വരിക. ആ ടോപ്പിക്കിന്റെ പേരാണ് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. എന്താണ് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ? നമുക്ക് ഡിഫറൻഷിയേഷനിൽ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ച മെത്തേഡാണ് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ അഥവാ ചെയിൻ റൂൾ. അതുപോലെ ഇന്റഗ്രേഷനിൽ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. ആ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷനിൽ നമ്മൾ ഒരു ഫംഗ്ഷന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. പക്ഷേ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് അതിൻ്റെ കൂടെ ഉണ്ടാവണം. അതിന് കാരണം നമ്മൾ ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന ഫംഗ്ഷന്റെ ഡിഫറൻഷ്യൽ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്താണ് ഡിഫറൻഷ്യൽ ഓഫ് y? y is equal to f of x ആണെങ്കിൽ dy is equal to f dash x into dx നമ്മൾ പഠിച്ചത്. ഇവിടെ നമ്മളൊരു ഫംഗ്ഷന് u എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ du is equal to f dash x into dx ഈ ഫോമിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ അപ്ലിക്കേഷൻ ഡെറിവേറ്റീവിൽ എറർ ആൻഡ് അപ്രോക്സിമേഷനിൽ പഠിച്ചിരുന്നു ഡിഫറൻഷ്യൽ എന്ന് പറയുന്ന കൺസെപ്റ്റ്. അത് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. നോക്കൂ എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലൂടെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഞാനൊരു പ്രോബ്ലത്തിലൂടെ പറയാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ഇന്റഗ്രൽ ഓഫ് e raised to x cube into x square dx. ഇതിനെയാണ് ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. നോക്ക്, ഈ e raised to x cube എന്നുള്ളതാണ് ഇവിടുത്തെ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ. e raised to x ന് എക്സിന്റെ സ്ഥാനത്ത് എക്സ് ക്യൂബ് വന്നത്. e raised to x ന് എക്സിന്റെ സ്ഥാനത്ത് എക്സ് ക്യൂബ്. നോക്ക്, ആ എക്സ് ക്യൂബിനാണ് ഞാൻ ഇവിടെ u എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. u ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ്. അങ്ങനെയാണെങ്കിൽ ഈ ഫോർമുല പ്രകാരം ഡിഫറൻഷ്യൽ ഓഫ് u du ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ ഇൻടു dx. Differential of u is equal to derivative into differential of x. u is equal to x cube. Then du is equal to 3x square dx. നോക്കൂ, ഇവിടെ x square dx ഉള്ളൂ. അതിനാൽ 3 കൂടെ പുറത്തേക്ക് എടുത്തു. du by 3 is equal to x square dx. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഞാൻ ഈ പ്രോബ്ലത്തിൽ കൊണ്ടുപോയി അപ്ലൈ ചെയ്തത്. എന്നാൽ അപ്ലൈ ചെയ്തിട്ടൊന്ന് പറഞ്ഞേ കേൾക്കട്ടെ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിട്ട് മാറും. Integral e raised to what is x cube, that is u, x square dx, that is du by 3. ആ by 3 എന്നുള്ള കോൺസ്റ്റന്റ് നമുക്ക് പുറത്തേക്ക് മാറ്റിയാണ്. That's equal to 1 by 3. Now what is the integral of e raised to u? That is e raised to u itself. ഇവിടെ ഇന്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു x അല്ല, ഇന്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു u ആണ്. നമ്മൾ ഈ e raised to x ക്യൂബിൽ എക്സ് ക്യൂബിന് u കൊടുക്കുമ്പോൾ ഫംഗ്ഷൻ യുവിലേക്ക് മാറുമ്പോൾ ഇന്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് എക്സ് എന്നുള്ളത് വിത്ത് റെസ്പെക്ട് ടു u ആവണം. dx മാറിയിട്ട് du ആവണം. അതിന് വെറുതെ dx മാറിയിട്ട് du എടുക്കാൻ പാടില്ല. ഡെറിവേറ്റീവ് ഇൻടു dx ആണ് du ആവണം. du is equal to dx അല്ല, അതിനാണ് du is equal to derivative of the given function into dx. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏതിനാണോ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് അതിന്റെ ഡെറിവേറ്റീവ് അവിടെ ഉണ്ടാവണം. ആ ഡെറിവേറ്റീവ് ഇൻടു dx ആണ് du ആവണം. ശരി, അപ്പൊ ഇപ്പോ ഫംഗ്ഷൻ കംപ്ലീറ്റ് യുവിലാണ് ഇന്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു u. What is the integral of e raised to u with respect to u? e raised to u plus c മാർക്ക്. ഇപ്പൊ ഇന്റഗ്രേഷൻ കഴിഞ്ഞു, എങ്കിലും നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷന്റെ ആവശ്യവും കഴിഞ്ഞു. ഇനി ആ സബ്സ്റ്റിറ്റ്യൂഷൻ ഒഴിവാക്കാം. That's equal to 1 by 3 into e raised to what is u, that is equal to x cube plus
ഇങ്ങനെയാണ് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. ഒരിക്കൽ കൂടെ പറയാം. ഇതാണ് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ e raised to x cube. അതിൽ ആ എക്സ് ക്യൂബിന് യു കൊടുക്കാം. കാരണം എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് ഉണ്ട് 3x². 3 ഇല്ലാതെയുള്ള x², അത് മതി. 3നെ പുറത്തേക്ക് മാറ്റാം. അപ്പൊ ഏതിന്റെ ഡെറിവേറ്റീവ് ആണോ ഉള്ളത് അതിന് യു കൊടുക്കുക. എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് ആണ് 3x², അതുകൊണ്ട് ഞാൻ എക്സ് ക്യൂബിന് യു കൊടുത്തു. ഇനി ഡിഫറൻഷ്യൽ ഓഫ് യു ഈസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് എക്സ്. അതിൽ ആ 3നെ പുറത്തേക്ക് മാറ്റി du/3 ഈക്വൽ ടു x² dx. എങ്കിൽ ആ സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കണം. e raised to u x² dx എന്നുള്ളതിന് പകരം du/3 എന്ന് എഴുതാം. ആ /3 എന്ന കോൺസ്റ്റന്റ് പുറത്തേക്ക് മാറ്റി. ഓക്കെ, ഇനി ഇന്റഗ്രേഷൻ ചെയ്യാം. ഇന്റഗ്രേഷൻ ഓഫ് e raised to u, ദാറ്റ് ഈസ് e raised to u പ്ലസ് c. ഇന്റഗ്രേഷൻ കഴിഞ്ഞെങ്കിൽ ആ സബ്സ്റ്റിറ്റ്യൂഷൻ ഒഴിവാക്കാം. യുവിന് അതിന്റെ വാല്യൂ തിരിച്ചു കൊടുക്കുക. ആരാണ് യു? എക്സ് ക്യൂബ്. അപ്പോൾ then the final answer is 1/3 e raised to x cube plus c. എങ്കിൽ ഈ മെത്തേഡിൽ നമുക്ക് കുറച്ച് കൂടുതൽ പ്രോബ്ലങ്ങൾ ചെയ്യണം. ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ഇന്റഗ്രേഷന്റെ ഒരു ബേസിക് മെത്തേഡാണ്. എല്ലാ ടോപ്പിക്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ച പ്രോബ്ലം ഉണ്ടാവും. നമ്മൾ ഇന്റഗ്രേഷനിൽ വെറൈറ്റി ആയിട്ട് കുറേ ടോപ്പിക്കുകൾ പഠിക്കുന്നുണ്ട്. എല്ലാറ്റിലും ഏത് വരും? സബ്സ്റ്റിറ്റ്യൂഷൻ വരും. ഏതുപോലെ ഡിഫറൻഷിയേഷനിൽ ചെയിൻ റൂൾ അറിയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ? ഇല്ല, അതുപോലെ തന്നെ. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലിയർ ആയിട്ട് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ പഠിച്ചിരിക്കണം. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 2. ഇന്റഗ്രൽ ഓഫ് sin inverse x by root of 1 minus x² dx. sin inverse x by root of 1 minus x² dx. നോക്കൂല്ലേ, sin inverse x ന്റെ ഡെറിവേറ്റീവ് അല്ലേ 1/√1 minus x². എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ആ sin inverse x ന് u കൊടുക്കണം. ഇനി രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അഥവാ ഡിഫറൻഷ്യൽ എടുക്കുക. du ഈസ് ഈക്വൽ ടു ഇതിന്റെ ഡെറിവേറ്റീവ് 1/√1 minus x² into dx. sin inverse x ന്റെ ഡെറിവേറ്റീവ് 1/√1 minus x² dx is equal to du. എങ്കിൽ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മളെ പ്രോബ്ലത്തിൽ നിന്ന് കൊടുത്തിട്ട് പറഞ്ഞെങ്കിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിട്ട് മാറും. ഇന്റഗ്രൽ sin inverse x, that is u, 1/√1 minus x², that is du. ഇപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞു. എങ്കിൽ ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാം. വാട്ട് ഈസ് ദ ഇന്റഗ്രൽ ഓഫ് എക്സ്? x²/2 എന്ന പോലെ ഇന്റഗ്രൽ ഓഫ് യു, ദാറ്റ് ഈസ് u²/2. എങ്കിലും കുട്ടികൾ ആ യുവിന് ഇന്റഗ്രേഷൻ കഴിഞ്ഞല്ലോ. കഴിഞ്ഞെങ്കിൽ ആ യുവിന്റെ വാല്യൂ തിരിച്ചു കൊടുക്കുക. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് യു? sin inverse x അതിന്റെ whole² പ്ലസ് c. ഇതാണ് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. ക്ലിയർ ആകുന്നുണ്ടോ? ശരി, എങ്കിലും മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇന്റഗ്രൽ ഓഫ് cos √x by √x dx. എങ്ങനെയാ ചെയ്യാൻ പറ്റും? cos x ൽ x ന്റെ സ്ഥാനത്ത് √x, cos x ൽ x ന്റെ സ്ഥാനത്ത് √x. അതാണ് നമ്മുടെ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ. എങ്കിൽ ആ √x നമുക്ക് u കൊടുക്കാം. What is the derivative of √x? 1/2√x dx equal to d. √x ന്റെ ഡെറിവേറ്റീവ് 1/2√x into dx is equal to d. ആ 2 നെ അപ്പുറത്തേക്ക് മാറ്റിക്കോ. കാരണം ഇവിടെ /2 ഇല്ല. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, ഒരു × 2 /2 കൊടുത്താൽ മതി. നമുക്ക് അതിനൊക്കെ നല്ലത് ആ 2 നെ അപ്പുറത്തേക്ക് മാറ്റി പറയുക. 1/√x dx is equal to 2du. ഇതാണ് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ. എങ്കിൽ ആ സബ്സ്റ്റിറ്റ്യൂഷൻ പ്രോബ്ലത്തിൽ നിന്ന് കൊടുത്തിട്ട് പറഞ്ഞ് ഇന്റഗ്രൽ cos √x, that is equal to 1/√x dx, that is 2du. 2 കൂടെ പുറത്ത് du. 2 into what is the integral of cos u? That is sin u plus c. integral of cos u sin u plus c. അപ്പോൾ ഇന്റഗ്രേഷൻ കഴിഞ്ഞു. ഇന്റഗ്രേഷൻ കഴിഞ്ഞെങ്കിൽ ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ ഒഴിവാക്കാം. what is u? That is √x. 2 sin √x plus. ക്ലിയർ ആവുന്നുണ്ടോ? ഇങ്ങനെയാണ് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ പ്രോബ്ലം ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 4.
Integral of sin log x by x dx. നേരത്തെ ചെയ്ത 3 പ്രോബ്ലത്തിന്റെ പരിചയം വെച്ച് നിങ്ങൾ പറഞ്ഞു ഇതിൽ ഏതിനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക? sin x ൽ x ന്റെ സ്ഥാനത്ത് log x, ആ log x ന്റെ ഡെറിവേറ്റീവ് ആണ് 1/x. അപ്പൊ log x ന് u കൊടുക്കുക. ഏതിന്റെ ഡെറിവേറ്റീവ് ആണുള്ളത് അതിനാണ് നമ്മൾ u കൊടുക്കുന്നത്. ഇവിടെ log x ന്റെ ഡെറിവേറ്റീവ് ആണ് 1/x. അപ്പൊ log x ന് u കൊടുത്തു. What is the derivative log x? 1/x dx is equal to u. എങ്കിൽ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മളെ പ്രോബ്ലത്തിൽ കൊടുക്കും. That's equal to integral sin log x, that is u, 1/x dx, that is equal to du. Now what is the integral of sin u? That is minus cos u. Sin x dx into minus cos x എന്ന് പറയുമ്പോൾ ഇവിടെ ഇന്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു u, sin u into minus cos u. ഇന്റഗ്രേഷൻ കഴിഞ്ഞെങ്കിൽ ഫൈനൽ ആൻസർ x ലായിരിക്കണം. തന്ന ക്വസ്റ്റ്യൻ x നുള്ള ഫംഗ്ഷനാണ് എങ്കിൽ ആൻസർ x ലായിരിക്കും. ഒരിക്കലും u ൽ ആൻസർ നിർത്തരുത്. ആ u കൊടുത്ത് നമുക്ക് കൊടുക്കാം u ന്റെ വാല്യൂ എന്താണ്? log x. അപ്പോൾ ഫൈനൽ ആൻസർ ഈസ് minus cos log x plus c. മനസ്സിലാവുണ്ടോ? ശരി, ഇതുപോലെ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 5 ഇന്റഗ്രൽ 1 plus log x whole square by x dx. ഈ ക്വസ്റ്റ്യൻ ചെയ്ത പരിചയം വെച്ച് നമുക്ക് വളരെ വേഗത്തിലൂടെ മനസ്സിലാവും log x ന്റെ ഡെറിവേറ്റീവ് ആണ് 1/x. എന്നാൽ നമുക്ക് ആ log x ന് u കൊടുക്കാം. കുട്ടികളെ, log x ന് u കൊടുക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. കുറച്ചുകൂടെ നല്ലത് 1 plus log x ന് u കൊടുക്കുക. എന്താ അതിൽ ഇത്ര ഗുണമെന്നല്ലേ? ആ 1 കൂടെ എടുത്ത് വിചാരിച്ച് ഡെറിവേറ്റീവിൽ ഒരു മാറ്റമില്ല. കാരണം 1ന്റെ ഡെറിവേറ്റീവ് 0 ആണെന്നുണ്ട്. അപ്പൊ പിന്നെ ഈ 1 എന്ന സംഖ്യ ഒഴിവായി കിട്ടാൻ 1 കൂടെ കൂട്ടിയിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പൊ എപ്പോഴും ഒരു ഫംഗ്ഷന്റെ കൂടെ കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് നല്ലത്. അപ്പൊ ഞാൻ 1 plus log x ന് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഇതിനകത്ത് നമുക്ക് കൊടുത്തു നോക്കാം. ഓക്കെ, 1 plus log x നമ്മൾ u എന്ന് കൊടുത്തു. അപ്പൊ u സ്ക്വയർ 1/x dx du. ആ ഫംഗ്ഷൻ കംപ്ലീറ്റ് u ലായില്ലേ? എങ്ങനെ ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാം പറഞ്ഞു? വാട്ട് ഈസ് ദ ഇന്റഗ്രൽ ഓഫ് u സ്ക്വയർ? u ക്യൂബ് ബൈ 3. x സ്ക്വയറിന്റെ ഇന്റഗ്രൽ x ക്യൂബ് ബൈ 3 എന്ന് പറയും പോലെ u സ്ക്വയറിന്റെ ഇന്റഗ്രൽ u ക്യൂബ് ബൈ 3. ഇന്റഗ്രേഷൻ കഴിഞ്ഞല്ലോ. കഴിഞ്ഞെങ്കിൽ ആ സബ്സ്റ്റിറ്റ്യൂഷൻ ഒഴിവാക്കാം. ആരാണ് u? 1 plus log x whole cube by 3 plus c. മനസ്സിലായോ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത്? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 6 ഇന്റഗ്രൽ ഓഫ് sec square sin inverse x by root of 1 minus x square dx. നിങ്ങളൊന്ന് പറഞ്ഞു ഏതിനാണ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടി വരിക? sec square x ൽ x ന്റെ സ്ഥാനത്ത് sin inverse x, ആ sin inverse x ന്റെ ഡെറിവേറ്റീവ് ആണ് 1/√1 minus x square. അതുകൊണ്ട് അപ്പൊ sin inverse x ന്റെ ഡെറിവേറ്റീവ് ഉണ്ട്. അപ്പൊ ഉടനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? sin inverse x ന് u എന്ന് കൊടുക്കാം. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1/√1 minus x square dx is equal to du. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മളെ പ്രോബ്ലത്തിൽ നിന്ന് കൊടുത്ത് നമ്മളെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിട്ട് മാറും. ഇന്റഗ്രൽ sec square is sin inverse x ആണ് u, 1/√1 minus x square dx du. What is the integral of sec square u? Tan u. Tan u ന്റെ ഡെറിവേറ്റീവ് ആണ് sec square u. sec square u ന്റെ ഇന്റഗ്രൽ ആണ് tan u plus c. ഇന്റഗ്രേഷൻ കഴിഞ്ഞെങ്കിൽ ആ u ന് അതിന്റെ വാല്യൂ തിരിച്ചു കൊടുക്കും. What is u? That is sin inverse x plus c. Now question number 7. Okay, question number 7. Integral of e raised to tan inverse x by 1 plus x square dx. എങ്ങനെയാണ് അത് സോൾവ് ചെയ്യാൻ പറഞ്ഞു? tan inverse x ന്റെ ഡെറിവേറ്റീവ് ആണ് 1/1 plus x square. അപ്പൊ നമ്മൾ ആ tan inverse x ന് u കൊടുക്കണം. tan inverse x equal to
രണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. tan inverse x ന്റെ ഡെറിവേറ്റീവ് 1/1 plus x square dx equal to du. ശരിയല്ലേ? എങ്കിൽ ആ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ട് പറഞ്ഞു e raised to tan inverse x, that is u, 1/1 plus x square dx, that is du. What is the integral of e raised to u? E raised to u plus c. Integration കഴിഞ്ഞല്ലോ. എങ്കിൽ ആ u അതിന്റെ വാല്യൂ തിരിച്ചു കൊടുക്കും. What is the value of u? Tan inverse x. അപ്പോൾ e raised to tan inverse x plus c. ഇതൊക്കെ എഴുതി പഠിക്കണം കേട്ടോ. ഇന്റഗ്രേഷന്റെ ബേസിക് ആയിട്ടൊരു ആശയമാണ് ഇന്റഗ്രേഷൻ ബേസ് സബ്സ്റ്റിറ്റ്യൂഷൻ. അത് നന്നായിട്ട് അറിയണം. ഇതിൽ തന്നിട്ടുള്ള എല്ലാ പ്രോബ്ലവും എഴുതി ചെയ്ത് പഠിക്കണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ഇന്റഗ്രൽ ഓഫ് sin x by 1 plus cos x whole square. sin x by 1 plus cos x whole square dx. നിങ്ങളെന്ന് പറഞ്ഞ ഏതിനാ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക? cos x ന്റെ ഡെറിവേറ്റീവ് ആണ് മൈനസ് sin x. ആ 1 കൂടെ ചേർത്തെടുത്തോ. 1 plus cos x ന് u കൊടുക്കുക. കോൺസ്റ്റന്റ് കൂടെ കൂട്ടിയെടുത്ത് വിചാരിച്ച ഒരു കുഴപ്പമില്ല, അതാണ് സൗകര്യം. 1 ന്റെ ഡെറിവേറ്റീവ് 0 ആണ്. cos x ന്റെ ഡെറിവേറ്റീവ് മൈനസ് sin x dx du. ആ മൈനസിനെ കൂടെ അപ്പുറത്തേക്ക് എടുത്തോ. sin x dx is equal to മൈനസ് du. ആ sin x dx വരുന്നത്. അപ്പോൾ ഇതിന് 1 പ്ലസ് cos x നാണ് നമ്മൾ u കൊടുക്കേണ്ടത്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഇതിൽ നിന്ന് അപ്ലൈ ചെയ്തിട്ട് പറഞ്ഞു ഇന്റഗ്രൽ 1 പ്ലസ് cos x u ആണ്, അതിന് സ്ക്വയർ ഉണ്ട്. 1/u സ്ക്വയർ sin x dx, that is minus du. മൈനസ് ഇവിടെ പുറത്ത് du. What is the integral of 1/x square minus 1/x? എന്ന പോലെ integral of 1/u square minus 1/u plus c. ബൈ ഹാർട്ട് എടുക്കണം. integral of 1/x square minus 1/x. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്. 1/u. what is u? 1 plus cos x plus. അപ്പോൾ 1 plus cos x നാണ് നമ്മൾ ഇതിനകത്ത് u കൊടുക്കേണ്ടത്, കാരണം അതിന്റെ ഡെറിവേറ്റീവ് ഉണ്ട് എന്നുള്ളത് തന്നെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 9. ഇന്റഗ്രൽ ഓഫ് x square by 2 plus 3x cube whole cube. എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത് പറഞ്ഞു? 2 plus 3x ക്യൂബിന് u കൊടുക്കണം. 2 plus 3x ക്യൂബിന് u കൊടുത്താൽ ശരിയാവും നോക്കും. 2 എന്ന കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0, അത് വിട്ടേക്കും. 3 into x ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x square dx equal to 2 ന്റെ ഡെറിവേറ്റീവ് 0, 3x ക്യൂബിന്റെ ഡെറിവേറ്റീവ് 9x square. ആ 9 ഇവിടെ അപ്പുറത്തേക്ക് മാറ്റാം. du by 9. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ഇതിൽ കൊടുത്തൂടെ നോക്കും. x square dx ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ du by 9 ഇതിന് പകരം കൊടുക്കാം. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിട്ട് മാറും. ഇന്റഗ്രൽ 1/, ഈ ബ്രാക്കറ്റിനകത്തുള്ളതിനാ u കൊടുത്തത്. അപ്പോൾ അതിന് ക്യൂബ് ഉണ്ട്. 1/u ക്യൂബ്. പിന്നെ x square dx, that is du by 9. ആ by 9 നമുക്ക് പുറത്തേക്ക് മാറ്റാം. ഈ 1/u ക്യൂബിനെ u raised to minus 3 എന്ന് എഴുതാം. What is the integral of x raised to n? x raised to n plus 1 by n plus 1. ആ ഫോർമുല വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം. u raised to minus 3 യുടെ ഇന്റഗ്രൽ u raised to minus 3 plus 1 by minus 3 plus 1. ആരാണ് ഈ minus 3 plus 1? minus 2. മൈനസ് ഈ മൈനസ് ആണ്. 2 into 9 18 minus 1 by 18 u raised to minus 2, that is 1/u square. ഈ മൈനസ് 2 into 9 18 ആവും. u raised to minus 2, that is 1/u square. ഇനി ആ u ന് അതിന്റെ വാല്യൂ കൊടുത്തേക്ക്. that's equal to minus 1/18 1/u. what is u? 2 plus 3x cube whole square plus എന്നാണ്. അപ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവണം. അപ്പോൾ അതിന് നമ്മൾ u കൊടുത്ത് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ.
അടുത്ത ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 10. ഇന്റഗ്രൽ ഓഫ് 2x into sin of x square plus 1 dx. 2x into sin of x square plus 1 dx. കുട്ടികളെ ഈ sin of x square plus 1 ബ്രാക്കറ്റിനകത്തുള്ളത് x square plus 1 ഡെറിവേറ്റീവ് അല്ലേ 2x. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആ x square plus 1 u കൊടുക്കാം. രണ്ട് സൈഡ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. x square 2x dx ഈക്വൽ ടു du. ആ 2x dx ഇവിടെ ഉണ്ട് എങ്കിൽ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മുടെ പ്രോബ്ലത്തിൽ ഒന്ന് അപ്ലൈ ചെയ്തു. ഇന്റഗ്രൽ sin x square plus 1 is equal to u. 2x dx that is equal to du. Now what is integral of sin u minus cos u? ആ യുവിന് അതിന്റെ വാല്യൂ കൊടുക്കുക. മൈനസ് കോസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. NCERT വർക്ക്ഔട്ട് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. Another one, question number 11. Integral x square by 1 plus x raised to 6 dx. Integral x square by 1 plus x raised to 6 dx. നമുക്ക് ഇതിന്റെ ന്യൂമറേറ്ററിൽ x square dx എന്നാണ്. അപ്പൊ അതാണ് ഡെറിവേറ്റീവ് ആയിട്ട് വരിക. ആരുടെ ഡെറിവേറ്റീവിലാണ് x square വരിക? x ക്യൂബിന്റെ ഡെറിവേറ്റീവ്. What is the derivative of x cube? 3x square. അപ്പോൾ ഇവിടെ x ക്യൂബിന് u കൊടുത്താലേ കാര്യങ്ങൾ ഡെറിവേറ്റീവ് അവിടെ ഉണ്ടാവും. x ക്യൂബിന് u കൊടുത്താൽ 3x square dx equal to du ആവും. x square dx equal to du by 3 ആവും. ആ x square dx ആണ് ഇവിടെ ഉള്ളത്. അപ്പം നമ്മൾ x ക്യൂബിനാണ് u കൊടുക്കേണ്ടത്. അത് ഇതിനകത്ത് x ക്യൂബ് ഇല്ലല്ലോ. വേണ്ട, ഉള്ളത് എന്താ? x raised to 6 ആണ്. ആയിക്കോട്ടെ, നമ്മൾ x ക്യൂബിന് u കൊടുക്കുമ്പോൾ x raised to 6 എന്ന് പറയുന്നത് എന്താവും? u സ്ക്വയർ ആണ്. x ക്യൂബ് ഈക്വൽ ടു u ആണെങ്കിൽ x raised to 6 എന്ന് പറയുന്നത് u സ്ക്വയർ ആണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താവെന്ന് പറഞ്ഞ് ഇന്റഗ്രൽ 1 by 1 plus x raised to 6 എന്ന് പറയുന്നത് u സ്ക്വയർ ആണ്. പിന്നെ x സ്ക്വയർ dx എന്ന് പറയുന്നത് du by 3. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. അതല്ലാതെ ഇതിനകത്ത് x raised to 6 1 plus x raised to 6 u കൊടുത്തിട്ട് കാര്യമില്ല. 1 plus x raised to 6 u കൊടുക്കണമെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് അവിടെ ഉണ്ടാവണം. എന്താണ് 1 plus x raised to 6 ഡെറിവേറ്റീവ്? 1 0 പോട്ടെ, x raised to 6 6x raised to 5 ആണ്. അതിനൂടെ x raised to 5 ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും 1 plus x raised to 6 u കൊടുക്കാൻ പറ്റില്ല. ഇവിടെ x സ്ക്വയർ ആണ് ഉള്ളത്, അതുകൊണ്ട് നമുക്ക് x ക്യൂബിനാണ് u കൊടുക്കുന്നത്. ഇവിടെ x raised to 5 ഉണ്ടായിരുന്നെങ്കിൽ x raised to 6 u കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ എന്തുണ്ടെന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം കാര്യങ്ങൾ തീരുമാനമാക്കാം. Now, what is the integral of 1 by 1 plus u square? That is tan inverse u. Integration കഴിഞ്ഞു എങ്കിൽ ആ സബ്സ്റ്റിറ്റ്യൂഷൻ ഒഴിവാക്കി. Tan inverse, what is u? That is x cube plus. മനസ്സിലായോ? ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഇതേ ഐഡിയ വരുന്ന ഒരു പ്രോബ്ലം കൂടെ ചെയ്ത് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 12. ഇന്റഗ്രൽ x cube by root of 1 minus x raised to 8 dx. എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യാമെന്ന് പറഞ്ഞു. 1 minus x raised to 8 u കൊടുക്കരുത്. അങ്ങനെ കൊടുക്കണമെങ്കിൽ x raised to 8 ഡെറിവേറ്റീവായ 8x raised to 7 ഇവിടെ ഉണ്ടാവും. അതിലെല്ലാം ഇവിടെ ന്യൂമറേറ്ററിൽ x ക്യൂബ് ആണുള്ളത്. അങ്ങനെ ന്യൂമറേറ്ററിൽ x ക്യൂബ് ആണുള്ളതെങ്കിൽ x raised to 4 u കൊടുക്കുന്നത്. കാരണം x raised to 4 ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 4x cube dx ഈക്വൽ ടു du. ഇവിടെ x cube dx ഉണ്ട് ഈക്വൽ ടു du by 4. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മുടെ പ്രോബ്ലത്തിൽ അവിടെ കൊടുക്കാം. ഞാൻ കൊടുത്തിരുന്ന് പറഞ്ഞ് ഇന്റഗ്രൽ 1 by root of 1 മൈനസ് കുട്ടികളെ x raised to 4 u ആണെങ്കിൽ x raised to 8 എന്ന് പറയുന്നത് u സ്ക്വയർ ആയിരിക്കും. x raised to 4 is equal to u, then x raised to 8 is equal to u square. ഇനി x cube dx. What is x cube dx? du by 4. ആ കോൺസ്റ്റന്റ് പുറത്തേക്ക് മാറ്റി. That's equal to 1 by 4 into
What is the integral of 1 by root 1 minus c square? That is sin inverse u. ഇനി ആ യുവിന് അതിന്റെ വാല്യൂ തിരിച്ചു കൊടുത്താൽ മതി, ഇന്റഗ്രേഷൻ കഴിഞ്ഞു. 1 by 4 into sin inverse of u. What is u? X raised to 4. അപ്പോൾ ന്യൂമറേറ്ററിൽ എക്സ് ക്യൂബ് ആയതുകൊണ്ട് എക്സ് റൈസ്ഡ് 4 യു എടുത്തത്. നേരത്തെ ന്യൂമറേറ്ററിൽ എക്സ് സ്ക്വയർ ഉണ്ടായിരുന്നത്, അപ്പോൾ എക്സ് ക്യൂബിനാണ് യു എടുത്തത്. ഇങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ. ഇത്രയും പ്രോബ്ലം നന്നായിട്ടൊന്ന് ചെയ്ത് പഠിക്കുക. ഇനി കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലം ചെയ്യാനുള്ളത് അത് അടുത്ത ക്ലാസ്സിലാവട്ടെ. ഓക്കെ.